പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.5 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങും 4 മീറ്റർ ജോർജറ്റ് മെറ്റീരിയലുമാണ്. ഈ ഗൗണിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 54 ഇഞ്ചാണ്. ചെസ്റ്റ് റൗണ്ട് 42 ഇഞ്ചും വേസ്റ്റ് റൗണ്ട് 40 ഇഞ്ചുമാണ് വന്നിട്ടുള്ളത്. ആദ്യം ലൈനിങ്ങിൽ യോക്ക് പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിൽ ഇതുപോലൊരു ലൈൻ വരച്ചതിന് ശേഷം ഇവിടെ നിന്നും താഴേക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 16 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷോൾഡർ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആം ഹോളും 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ചെസ്റ്റ് റൗണ്ട് വേണ്ടത് 42 ഇഞ്ചാണ്. അതിൻ്റെ 4/1 10.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വേസ്റ്റ് റൗണ്ട് 10 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെയും 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഈ സൈഡ് ഭാഗത്ത് 1/2 ഇഞ്ച് മുകളിലേക്കെടുത്ത് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് കൊടുത്താണ് വരച്ചെടുക്കുന്നത്. നെക്കിൻ്റെ അകലം ഞാനിവിടെ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. പിന്നെ ഇവിടെ 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ഇഞ്ച് അകത്തേക്കെടുത്ത് അല്പം കുഴിച്ചിട്ടാണ് ഫ്രണ്ട് ആം ഹോൾ വരച്ചെടുക്കേണ്ടത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ചും ബാക്ക് നെക്കിന് 3 ഇഞ്ചുമാണ് ഞാൻ എടുക്കുന്നത്. അത് ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ച് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ മെയിൻ ഫാബ്രിക്കുകളും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും ആം ഹോളും കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് 21 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 22.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. സ്ലീവിൻ്റെ വീതിയായി ഞാനിവിടെ 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നും അകത്തേക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാം. സ്ലീവ് റൗണ്ട് ഞാനിവിടെ എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. യോക്ക് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. താഴെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചരിച്ചും കൂടി കട്ട് ചെയ്തെടുക്കുക. പിന്നെ സ്കേർട്ടിൻ്റെ മെയിൻ ഫാബ്രിക് 2 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഗൗണിൻ്റെ ഫുൾ ലെങ്ത് 54 ഇഞ്ചാണ്. അതിൽ യോക്ക് പാർട്ടിൽ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 39 ഇഞ്ചിൽ മുകളിലത്തെ പീസ് 24 ഇഞ്ചിലും താഴെ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പീസ് 15 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിലത്തെ പീസിൽ ഫ്രിൽസ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇറക്കം 24 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ താഴത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തെ വണ്ണത്തേക്കാളും ഇരട്ടി വണ്ണത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് ഫ്രിൽസ് ഇടാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇറക്കം 15 ഇഞ്ചിൻ്റെ കൂടെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും കൂടി വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 2 പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ഫാബ്രിക്കിന് മുകളിൽ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്കിന് ചുറ്റും ചെറിയ ചെറിയ കട്ടിങ് കൊടുത്ത് തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ് പീസിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ലൈനിങ് പീസ് അകത്തേക്കിട്ട് മെയിൻ ഫാബ്രിക്കിന് മുകളിൽ കൂടി ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അരിക് വശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം
ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിൽ താഴത്തെ ചെറിയ പീസ് ഇതുപോലെ വെച്ചിട്ട് ഫ്രിൽസ് ഇട്ടെടുക്കാം. അങ്ങനെ 2 പീസുകളും ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബോഡി പാർട്ടിൽ സ്കേർട്ട് പാർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതിൽ ലൈനിങ്ങും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ 1.5 ഇഞ്ച് വീതിയിലാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സ്കേർട്ട് പാർട്ടിലെ മെയിൻ ഫാബ്രിക് മാത്രം എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ലൈനിങ് പീസിൽ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ യോക്ക് പാർട്ടിന് താഴെ ഒരു 6 ഇഞ്ച് നീളത്തിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും താഴേക്കാണ് ഷോള് ഇതുപോലെ വെച്ചിട്ട് ഫ്രിൽസ് ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഏതൊരു ഭാഗത്താണോ നമ്മൾ ഷോള് കൊടുക്കുന്നത് ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും ബോട്ടം ഭാഗം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇനിയും ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.